സൂഫിസം ഇസ്ലാമികമല്ലെങ്കിൽ പ്രമുഖ സൂഫി വര്യന്മാരായ നിസാമുദ്ദീൻ ഔലിയ, അജ്മീർ മൊഹീദ്ദീൻ ജിസ്തി എന്നിവർ മുസ്ലിങ്ങളല്ലേ? ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചത് സൂഫിസത്തിലൂടെ ആണ് എന്നതിന് ഇന്നും നിലനിൽക്കുന്ന ഭൗതികമായ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാനും സമർത്ഥിക്കാനും സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചതിന്, സലഫികളിലൂടെ പ്രചരിച്ചതിന് എന്ത് തെളിവാണ് പറയാൻ സലഫികൾക്കുള്ളത്? اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ഇവിടെ ചോദ്യം ഉന്നയിച്ച സഹോദരൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് വേണ്ടിയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ആ സുഹൃത്ത് ഒരുപക്ഷെ ഈ വേദിയിലോ അല്ലെങ്കിൽ ലൈവായി മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴിയോ കേൾക്കുന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ബോധ്യമാകാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ട് സൂഫിസം ഇസ്ലാമികമല്ല എന്നത് ഇവിടെ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കും. സൂഫി വിശ്വാസങ്ങൾ ഏതൊക്കെ തരത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുമായി യോജിക്കാത്ത തലങ്ങളുണ്ട് എന്നതും അവരുടെ തന്നെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ എന്റെ സഹപ്രവർത്തകൻ ഫദ്ലുൽ ഹഖ് ഉമരി ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ സ്വാഭാവികമായും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്ദേഹമാണ്, ധാരാളം ആളുകൾ സൂഫികളായി ജീവിച്ച് മരിച്ച് അറിയപ്പെടുന്ന പ്രസിദ്ധരായ ആളുകൾ ഉണ്ടല്ലോ, അവരൊക്കെ മുസ്ലിങ്ങളല്ല എന്നാണോ ഇതിനർത്ഥമെന്നാണ്. രണ്ടു തരത്തിലാണ് നാം അവിടെ മറുപടി മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സൂഫികളായി പരിചയപ്പെടുത്തപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ നാം ഈ ചർച്ച ചെയ്യുന്ന സൂഫിസത്തെ അംഗീകരിച്ചവരോ അതിനെ ആദർശമായി സ്വീകരിച്ചവരോ അല്ല. അവിടെ പേരിൽ ധാരാളം കള്ളക്കഥകൾ പിന്നീട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിപാദിക്കപ്പെട്ട രണ്ടു വ്യക്തികൾ തന്നെ, നിസാമുദ്ദീൻ ഔലിയയും അതേപോലെ അജ്മീർ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി എന്ന് പറയുന്ന ഒരു മഹാനും, എന്താണ് അവിടെ ശരിയായ ജീവചരിത്രം എന്നത് തന്നെ അത്ര കൃത്യമായി രേഖയില്ല. കുറെ കഥകൾ പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, അവരിലേക്ക് ചേർത്ത് ഒരുപാട് കഥകൾ പറയുന്നുവെന്നല്ലാതെ അതൊക്കെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയില്ല. ഖാജ മുഈനുദ്ദീൻ ചിശ്തി എന്ന് പറയുന്ന അജ്മീറിലെ ശൈഖ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ അല്ലാഹുവിന്റെ റസൂൽ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് കഥ പറയുന്നത്. അപ്പൊ ഖാജ പറഞ്ഞു വെച്ച റസൂൽ, എനിക്ക് ഇന്ത്യ എവിടെയെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ ഞാൻ പോവുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഒരു ഗ്ലോബ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇന്ത്യ അതിൽ തൊട്ട് കാണിച്ചു, ഇതാണ് ഇന്ത്യ, ഈ ഭാഗത്താണ്, ഞാൻ അങ്ങോട്ട് പോയിക്കോ. അങ്ങനെയാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ എത്തുകയും ദീന് പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നാണ് കഥ. ആരാ പറഞ്ഞത്? സൂഫികൾ തന്നെയാണ് പറഞ്ഞത്. അതേ ചരിത്ര പുസ്തകങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു പല ചരിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി രേഖയില്ല എന്ന് പറഞ്ഞു പല രംഗത്തും അവർ കൈമലർത്തുന്നുമുണ്ട്. നിസാമുദ്ദീൻ ഔലിയയും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇന്നും അജ്മീർ ദർഗയുടെ കൈകാര്യകർത്താക്കൾ മഹാഭൂരിപക്ഷവും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്നവരെല്ലാം ശിആയിസത്തെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നവരാണ് എന്നതാണ് വസ്തുത. അജ്മീർ ദർഗയുടെ മുമ്പിൽ എഴുതി വെച്ച 12 പേരുകൾ കാണാം. ആ 12ഉം ഷിയ നേതാക്കളുടെ പേരുകളാണ്. ഷിയാക്കൾ നേതാക്കളായി കാണുന്ന 12 ആളുകൾ, ആ ആളുകളെ പേരുകൾ അങ്ങനെ തന്നെ അജ്മീർ ദർഗയുടെ മുമ്പിൽ ചുമരിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ തൂക്കിയ പല ഫലകങ്ങളിലും അവിടെ തോരണങ്ങളിലും കൊടികളിലുമെല്ലാം ഷിയാക്കളുടെ പേരുകളെയാണ് പലപ്പോഴും എടുത്തു കാണിക്കുന്നത്. ഇതൊക്കെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അദ്ദേഹം ആ തരത്തിൽ തന്നെ ഉള്ള ആളാണോ എന്നതൊക്കെ അദ്ദേഹത്തിന് ശരിയായ ചരിത്രം കിട്ടുമ്പോഴേ നമുക്ക് പറയാൻ കഴിയൂ. അതല്ലാത്ത കാലത്തോളം ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കത് പറയാൻ സാധ്യമല്ല. പിന്നെ തസവുഫ് എന്ന പേരിൽ ഓരോ നൂറ്റാണ്ടിൽ ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതികൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഉമരി വിശാദത്തിൽ പറയുകയുണ്ടായല്ലോ, ആദ്യകാലങ്ങളിൽ സുഹുദിനെയാണ്, വിരക്തിയെയാണ് ചിലർക്ക് സൂഫി എന്ന പേരിൽ പരിചയപ്പെടുത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സൂഫി എന്ന വാക്കിന്റെ അടിസ്ഥാനം എന്ത് എന്നതിൽ പോലും ചർച്ചകൾ കാണാം. അഹ്ലു സുഫയുടെ പിന്മുറക്കാർ എന്ന പേരിൽ സൂഫികൾ എന്ന പേര് പിന്നീട് സ്വീകരിച്ചുവെന്ന് അതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ആ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്തവരുമുണ്ട്.
അതേപോലെ സഫ എന്ന വാക്കിൽ നിന്ന് ഉള്ളു തെളിഞ്ഞവൻ, ഉള്ളിൽ കാപ്പട്ടമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് സൂഫി എന്ന പേരുണ്ടായത് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകിയത് ഓരോ കാലഘട്ടങ്ങളിലെ വ്യത്യസ്തമായ സൂഫിസത്തിന്റെ രീതികളെ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ഈ സൂഫി വിശ്വാസങ്ങൾ അക്ബരിയ ത്വരീഖത്തും അതേപോലെ ശേഷം ആ വഴി സ്വീകരിച്ചു പോന്ന മറ്റു ചില ത്വരീഖത്തുകളുമൊക്കെ ശുദ്ധമായ കുഫ്രിയത്ത്, ശുദ്ധമായ ശിർക്ക് തന്നെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊക്കെ സ്വീകരിച്ച ഒരാള് മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്നത് ഓരോ വ്യക്തിയെയും കുറിച്ച് നമ്മളാരും പറയാൻ നമുക്ക് യോഗ്യതയുള്ളതല്ല. അങ്ങനെ പറയാൻ നമുക്ക് അനുവാദവുമില്ല. ഒരു വ്യക്തി എത്ര പച്ചയായി ശിർക്കിനെയും കുഫ്രിനെയും വഴികൾ സ്വീകരിക്കുന്നത് കണ്ടാലും അയാൾ കാഫിറാണെന്നോ അയാൾ മുസ്ലിക്കാണെന്നോ മുദ്ര കുത്താൻ നമ്മൾ വ്യക്തികൾക്ക് ഒരിക്കലും അനുവാദമില്ല. ആ കാര്യം കുഫ്റാണ് എന്ന് പറയാം. ഉദാഹരണമായി ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്, ഒരു മനുഷ്യന്റെയും കുഫ്റിനും ഇടക്കുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ. ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറായി. എന്നാൽ നമ്മുടെ നാട്ടിലെ നിസ്കാരം ഒഴിവാക്കി നമ്മൾ നേരെ കണ്ടു നിസ്കരിക്കാത്തത്, എന്നാൽ മാത്രം അയാൾ കാഫിറാണ്, അയാൾ ഇസ്ലാമിന് പുറത്താണ്, അമുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് അനുവാദമുണ്ടോ? ഒരിക്കലുമില്ല. ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ പോലും ഒരാൾ നിസ്കരിക്കാതെ കണ്ടാലും അയാൾ മുസ്ലിം അല്ല എന്ന് പറയാൻ വ്യക്തികളായ നമുക്ക് അനുവാദമില്ല. ഇസ്ലാമിക രാജ്യമുണ്ടെങ്കിൽ, അവിടുത്തെ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, അവിടുത്തെ ഇസ്ലാമിക പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി കോടതി ജഡ്ജി അയാളെ വിചാരണ ചെയ്ത് നമസ്കാരത്തിന് ഗൗരവം ബോധ്യപ്പെടുത്തി അയാളെ തൗബ ചെയ്യാൻ ആവശ്യപ്പെടും. തൗബ ചെയ്യാൻ തയ്യാറായാൽ അയാളെ തൗബ സ്വീകരിക്കും. തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും പശ്ചാത്തപിക്കാൻ തയ്യാറല്ലെങ്കിൽ അയാൾക്ക് വധശിക്ഷ ഇസ്ലാമിക കോടതി വിധിക്കും. അവിടെ ആ കോടതി വിധിക്കുകയാണെങ്കിൽ ഇയാൾ മുസ്ലിം അല്ല എന്ന് കോടതി വിധിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാമെന്നല്ലാതെ അല്ലാത്ത കാലത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ കാഫിറാണെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഖദരിയാക്കളുമായി സംവാദം നടത്തിയതാണ്. അള്ളാഹുവിന്റെ ഖദാ ഖദറിനെ, വിധിയെ ചോദ്യം ചെയ്ത ഒരു സംഘം ലോകത്തുണ്ടായിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിശ്വാസമാണല്ലോ അള്ളാഹുവിന്റെ ഖദാ ഖദറുള്ള വിശ്വാസം. ആ ഖദാഇനെ ഖദറിനെ നിഷേധിച്ച ഖദരികളുമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല സംവാദം നടത്തിയപ്പോൾ ശൈഖുൽ ഇസ്ലാം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്വീകരിച്ച ആശയം ഞാൻ സ്വീകരിച്ചാൽ ഞാൻ കാഫിറായി പോകും, എന്നാൽ നിങ്ങൾ കാഫിറാണ് എന്ന് ഞാൻ പറയുകയില്ല. നിങ്ങൾ സ്വീകരിച്ച ആശയം ഞാൻ സ്വീകരിച്ചാൽ ഞാൻ കാഫിറാകും, എന്നാൽ നിങ്ങൾ കാഫിറാണ് എന്ന് ഞാൻ പറയുകയില്ല എന്ന് ശൈഖുൽ ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അതൊരു നിലപാട് തന്നെയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെടുത്ത് അയാൾ മുസ്ലിമാണോ അയാൾ മുസ്ലിമാണോ എന്നത് നമ്മെ സംബന്ധിച്ച് പറയാൻ അനുവാദമുള്ള യോഗ്യതയുള്ള കാര്യമല്ല. എന്നാൽ ഇന്ന കാര്യം അത് അനിസ്ലാമികമാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്, അത് ഹറാമാണ്, അത് ഫിസ്ഖാണ്, അത് ബിദ്അത്താണ് എന്ന് പറയാമെന്നല്ലാതെ വ്യക്തിയെ പ്രത്യേകമായി തഅയീൻ ചെയ്ത് ഓരോ വ്യക്തിയെയും എടുത്തു പറഞ്ഞുകൊണ്ട് അയാളുടെ ദീന് തീരുമാനിക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾ ജന്മം കൊണ്ട് മുസ്ലിമായെങ്കിൽ, അതല്ലെങ്കിൽ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ പിന്നെ അയാളെ മുസ്ലിമായി തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതാണ് നമുക്കുള്ള ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് കൂടി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആരെന്ത് ചെയ്തു എന്നതല്ല, ആരുടെ പേരിൽ എന്തൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നതല്ല, നേരെ മറിച്ച് ഈ പറയപ്പെടുന്ന ഈ രേഖപ്പെടുത്തി വെച്ച വിശ്വാസങ്ങൾ അവ അനിസ്ലാമികം തന്നെയാണ്, ഖുർആനിന് അന്യമാണ്, ഹദീസുകൾക്ക് അന്യമാണ്, അഹ്ലുസുന്നക്ക് അന്യമാണ് എന്നാണ് ഇവിടെ വിവരിച്ചത്. അല്ലാഹു അഅലം. അതിന് കൂടെ അദ്ദേഹം ചോദിച്ചു, ഇസ്ലാം പ്രചരിപ്പിച്ചത് സൂഫികൾ വഴിക്കാണല്ലോ, എന്നാൽ സലഫികൾ വഴിക്കാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നതിന് വല്ല രേഖയുമുണ്ടോന്ന്. അതിന് ആദ്യ പാർട്ട് ശരിയല്ല. സൂഫികൾ വഴിക്കാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നത് തന്നെ ശരിയല്ല. അത് എവിടുന്നാണ് കിട്ടുന്നത്? ഈ അജ്മീർ ഖ്വാജയുടെ ചരിത്രം പറയുമ്പോഴാണ് അജ്മീർ വന്ന് ഇസ്ലാം പ്രചരിപ്പിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞയച്ചതാണ് എന്ന ആ ചരിത്രത്തിൽ നിന്നാണ്, ആ കഥയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. ഇവിടെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നതാണെങ്കിൽ മാലിക് ദിനാർ വഴിയാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലും ഖണ്ഡിതമായ ഒരു ചരിത്രം അല്ലതാനും. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച പല അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രം. ഹിജറ 5-ാം വർഷത്തിലോ അല്ലെങ്കിൽ ഹിജറ 50-ാം വർഷത്തിലോ അല്ലെങ്കിൽ 200-ാം വർഷത്തിലോ ഒക്കെയാണ് ഇസ്ലാം ഇവിടെ വന്നത് എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും സൂഫികളിലൂടെയല്ല ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് എന്ന യാഥാർത്ഥ്യമാണ്. തസൗഫ് എന്ന പേരിൽ അത് വ്യാപകമായി പ്രചരിച്ചത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 4-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിലാണ് തസവുഫ് എന്ന ഒരു സാങ്കേതിക ശബ്ദമായി, സാങ്കേതിക സംഘമായി, ഒരു ഭക്തിപ്രസ്ഥാനമായി അത് രൂപപ്പെട്ട് സമൂഹത്തിൽ പ്രചരിക്കുന്നത്. അതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്, സലഫുകളിലൂടെ, മുൻഗാമികളിലൂടെ. ആ മുൻഗാമികളെ മാർഗം സ്വീകരിക്കുന്നവനാണ് സലഫി.
അല്ലാണ്ട് സൂഫിയുടെ ഭാഗത്ത് അതിന് ഓപ്പോസിറ്റ് അപ്പുറത്ത് വേറെ സലഫി, അങ്ങനെ ഒരു പാർട്ടി ബേസ്ഡ് ട്രേഡ് മാർക്ക് നെയിമല്ല സലഫി എന്നുള്ളത്. സലഫ് എന്നാൽ മുൻഗാമികൾ, മുൻകഴിഞ്ഞു പോയത് എന്നൊക്കെയാണ് സലഫ് എന്ന വാക്കിനർത്ഥം. സലഫി എന്നാൽ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവൻ എന്നാണ്. മുൻഗാമികളുടെ മാർഗം ആര് സ്വീകരിച്ചാലും അവന്റെ പേരാ സലഫി. അതുകൊണ്ട് നബിയും സഹാബത്തും താബികളും തബഉത്താബികളും ഏതു മാർഗം സ്വീകരിച്ചുവോ അവനാണ് സലഫി. സഹാബത്താണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം. സ്വഹാബിമാരിൽ ഒറ്റ സ്വഹാബിയും സൂഫി ആയിരുന്നില്ല. ഒരു സ്വഹാബിക്കുമ്പോൾ വേറെ ത്വരീഖത്തുണ്ടായിരുന്നില്ല. നബി തങ്ങളുടെ ത്വരീഖത്തല്ലാത്തൊരു ത്വരീഖത്ത് ഒരു സ്വഹാബിയും സ്വീകരിച്ചിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് മതം പഠിക്കുകയും അത് ഏറ്റെടുക്കുകയും അത് പിന്നീട് പ്രചരിപ്പിക്കുകയും ചെയ്തവർ താബിഈങ്ങളാണ്. ആ താബിഈങ്ങളാരും സൂഫികളായിട്ടില്ല. അവർക്കാർക്കും ത്വരീഖത്തുണ്ടായിട്ടുമില്ല. ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്ന ത്വരീഖത്തുകൾ ഏതാ? ഖാദിരിയ്യ, റിഫാഇയ്യ, നക്ഷബന്ദിയ്യ, സുഹ്റവർദിയ്യ, ഐദറൂസിയ്യ, അക്ബരിയ്യ തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ത്വരീഖത്തുകളാണ് കാണാൻ കഴിയുന്നത്. സുദീഖുൽ അക്ബർ ഉണ്ടാക്കിയ ത്വരീഖത്തുണ്ടോ? ഇല്ലല്ലോ. ഉമർ ഫാറൂഖിന്റെ ത്വരീഖത്തുണ്ടോ? ഇല്ല. ഉസ്മാൻ അഫ്ഫാന്റെ ത്വരീഖത്തുണ്ടോ? അലി ബിൻ അബി ത്വാലിബിന്റെ ത്വരീഖത്തുണ്ടോ? ഇല്ല. അവരൊന്നും ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരു ത്വരീഖത്തില്ല. അവരിലേക്ക് ചേർത്തിപ്പറയുന്ന ഒരു ത്വരീഖത്തും യഥാർത്ഥത്തിൽ ഇല്ല. അതാണ് സലഫിയത്ത്. ആ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവനാണ് സലഫി. അതുകൊണ്ട് സലഫികൾ തന്നെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത്, അഥവാ സലഫുകൾ തന്നെയാണ് പ്രചരിപ്പിച്ചത്. ആ സലഫുകളെ മാർഗം സ്വീകരിക്കുന്നവനാ സലഫി. സൂഫികൾ എവിടെയെങ്കിലും വല്ലതും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂഫിസമാണ് പ്രചരിപ്പിച്ചത്, അല്ലാതെ ശരിയായ ഇസ്ലാമിക പ്രമാണങ്ങളെ പരിചയപ്പെടുത്താൻ സൂഫികൾ എവിടെയും മുന്നോട്ട് വന്നിട്ടില്ല. സൂഫികൾ വന്ന് പ്രചരിപ്പിച്ചത് മുഴുവനും കിനാ കഥകളും കെട്ടുകഥകളും മനാമാത്തുകളും നേരത്തെ പറഞ്ഞ പോലെ കശ്ഫുകളും ഇൽഹാമാത്തുകളും ഇങ്ങനെ ഓമനപ്പെരിട്ട് കൊണ്ടുവന്ന കുറെ സാങ്കേതിക ശബ്ദങ്ങൾ, അതിനെയാണ് അവർ പ്രചരിപ്പിച്ചത്. അല്ലാതെ കിതാബിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വിളിച്ച് തൗഹീദിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത, അഥവാ സ്വഹാബത്ത് സ്വീകരിച്ച തൗഹീദിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത രീതി സൂഫികളിൽ കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ സമർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അജ്മീർ ചിസ്തി അതുപോലെ തന്നെ നിസാമുദ്ദീൻ ഔലിയ എന്നിവരുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്താത്തത് കൊണ്ട് അവർ ആ രൂപത്തിലുള്ള സൂഫിസം പ്രചരിപ്പിച്ചിട്ടുണ്ടോ, അവർ സൂഫികളാണോ അല്ലയോ എന്നറിയുന്നില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലോക പ്രശസ്തമായ ഇഹ്യാഉൽ ഉലൂമിദ്ദീൻ എഴുതിയിട്ടുള്ള ഗസാലി ഇമാം, അതുപോലെ തന്നെ ഇവിടെ മുമ്പ് വിഷയം അവതരിപ്പിച്ച സഹോദരൻ ഉദ്ധരിച്ച ജലാലുദ്ദീൻ റൂമി വിശ്വപ്രസിദ്ധ ഗ്രന്ഥമെഴുതി മുസ്നദ് എന്ന് പറയുന്നത്, ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഒരു 80% സൂഫിസവുമായി തസവൂഫുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത് എന്നതിന് വളരെ കൃത്യമായ ചരിത്രവും കിതാബും ഉദ്ധരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ നിലവിലുള്ള ഈ കിതാബുകൾ വെച്ചുകൊണ്ട് ഈ സൂഫികൾ മുസ്ലിങ്ങളാണോ അല്ല ഇസ്ലാമിന് പുറത്താണോ എന്നാണ് നമ്മുടെ സംശയം. അതാണ് നേരത്തെ വിശദമായി പറഞ്ഞത്. അത് തന്നെയാണ് ഇനിയും ആവർത്തിക്കാനുള്ളത്. അതേസമയം ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ അത് മുസ്ലിം ലോകം ഐക്യകണ്ഠൻ എല്ലാവരും സ്വീകരിച്ചു പോകുന്ന കിതാബൊന്നുമല്ല. ഗസാലി തന്നെയും അവസാനം തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നത്. ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന കിതാബ് രചിച്ച ഗസാലി തന്നെയും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഫിലോസഫിയുടെ പിന്നാലെ പോയി, ഫൽസഫ ഏറ്റെടുത്തു, ഗ്രീക്ക് തത്വചിന്തകളെ ഏറ്റെടുത്തു, അതിന് പിന്നാലെ പോയി, അതിന്റെ ഭാഗമായി ത്വരീഖത്തുകൾ സൂഫിസത്തിന് പിന്നാലെ പോയിട്ടുണ്ട്, ശരിയാണ്. ആ ഗസാലി തന്നെയും അവസാനം പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും കുറ്റബോധമുണ്ടാകുകയും ചെയ്തുകൊണ്ടാണല്ലോ ലോകത്ത് വഫാത്താകുന്നത്. അതുകൊണ്ട് തന്നെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിനെ ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഐക്യകണ്ഠനെ സ്വീകരിച്ചു പോന്നിട്ടില്ല. സൂഫികൾ സ്വീകരിച്ചിട്ടുണ്ട്, അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇവിടുത്തെ മുജാഹിദീങ്ങളോ ഇവിടുത്തെ കേവലമായ ഏതെങ്കിലും പാർട്ടികളെയോ അല്ല ഞാൻ പറയുന്നത്, ആ കാലഘട്ടങ്ങളിൽ തന്നെ ജീവിച്ചവർ ഈ ഇഹ്യാഉൽ ഉലൂമുദ്ദീനെ കുറിച്ച് വളരെ തെറ്റായ രീതിയിൽ അതിന്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് തന്നെ അവർ പ്രതിപാദിച്ച എത്ര ചരിത്രങ്ങൾ കാണാം. ഉദാഹരണമായി ചരിത്രത്തിൽ നമ്മൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥമാണല്ലോ അൽ ബിദായത്തു വന്നിഹായ. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹയുടെ ചരിത്ര ഗ്രന്ഥം. ആ അൽ ബിദായത്തു വന്നിഹായയിൽ ഇഹ്യാഉൽ ഉലൂമുദ്ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തിയത് കാണാം. അക്കാലത്ത് ജീവിച്ചു പോയ മാസിരി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഈ ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ കത്തിച്ചു കളയാൻ വരെ അദ്ദേഹം ആഹ്വാനം ചെയ്തത് പോലും ഇബ്നു കസീർ റഹിമഹുള്ളാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ ഇഹ്യാഉൽ ഉലൂമുദ്ദീനെ നിരോധിക്കുകയും ജുമുഅയ്ക്ക് ശേഷം പരസ്യമായി പള്ളിയുടെ അങ്കണത്തിൽ കൊണ്ടുവന്ന് ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്ത ചരിത്രം അൽ ബിദായത്തു വന്നിഹായയിലുണ്ട്.
അഥവാ അവിടുന്ന് ഗവൺമെന്റ് ഓർഡർ ഇട്ടു, ഒരൊറ്റ വീട്ടിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ കാണാൻ പാടില്ല, ആരുടെങ്കിലും പക്കൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഹാജരാക്കണം. എല്ലാം കൊണ്ടുവന്നു പള്ളിയുടെ മുമ്പിൽ അത് കൂട്ടിവെച്ചിട്ട് ജുമുഅക്കശം തീ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഒരാളെ വീട്ടിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ കണ്ടു കഴിഞ്ഞാൽ അവന് ഗവൺമെന്റ് ശിക്ഷ കൊടുക്കുന്ന അത്തരം ചരിത്രങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നാകെ നിരോധിച്ചു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇമാം മാസിൻ എന്ന് പറഞ്ഞത് ഇത് ഇഹ്യാ ഉലൂമുദ്ദീനല്ല, ഇഹ്യാ ഉലൂമുദ്ദീനിഹി എന്ന് പറയണം. ഫഅമ്മാ ദീനുനാ ഫഇഹ്യാഉ ഉലൂമിഹി ഫകിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയ വാചകമാണ്. അദ്ദേഹത്തിന്റെ ആദർശം പ്രചരിപ്പിക്കാൻ എഴുതിയത് എന്ന് പറയാമെന്നല്ലാതെ നമ്മുടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ ജീവിപ്പിക്കാൻ അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും മതി, ഇത് ആവശ്യമില്ല എന്നുവരെ പ്രതിപാദിച്ചവർ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അതിന് കുറെ കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഇഹ്യാ ഉലൂമുദ്ദീനെ പിന്നീട് അതിനെ വെള്ളപൂശാൻ ശ്രമിച്ച ചില സൂഫികൾ പിന്നെ കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഗസാലി ഇമാം നബിയെ സ്വപ്നം കണ്ടു എന്നാ പിന്നെ കഥ ഉണ്ടാക്കിയത്. നബിയെ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടപ്പോൾ ഗസാലിയുടെ കയ്യിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ട്. ആ സമയത്താണ് നബിയെ കണ്ടത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അത്ര എന്താ ഈ കിതാബ്? നബിയെ, ഞാൻ എഴുതിയ കിതാബാണ്, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പേര് വേണമെങ്കിൽ വായിച്ചോളൂ എന്ന് പറഞ്ഞ് നബിക്ക് കൊടുത്തു കഥ. അങ്ങനെ നബി തങ്ങൾ ഈ കിതാബ് വായിച്ചു കഴിഞ്ഞപ്പോൾ നബി വല്ലാത്ത അത്ഭുതം, എങ്ങനെ മോനെ ഇങ്ങനത്തെ കിതാബ് എഴുതാൻ കഴിഞ്ഞു, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. നബിയുടെ കൂടെ സിദ്ദീഖുൽ അക്ബർ ഉണ്ടായിരുന്നു. നബി തങ്ങൾ ഈ കിതാബ് സിദ്ദീഖുൽ അക്ബറിന് കൊടുത്തു, നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത്. അദ്ദേഹം വായിച്ചു, ഉമർ ഖത്താബും വായിച്ചു, ഉസ്മാൻ അഫ്ഫാനും വായിച്ചു, അലി ഇബ്നു അബീ ത്വാലിബും വായിച്ചു. എല്ലാവരും ശരി വെച്ചപ്പോൾ ഗസാലി പറഞ്ഞു, നബിയെ നിങ്ങളൊക്കെ അംഗീകരിച്ചു, പക്ഷെ ഇത് അംഗീകരിക്കാത്ത ചില മനുഷ്യന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി, ഓഹോ അങ്ങനെ ഉണ്ടോ, എന്നാൽ പിന്നെ അവന് വിടാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് എതിരാളികളെ ഹാജരാക്കുകയും നബി തങ്ങൾ അവന് ചാട്ടവാർ കൊണ്ട് അടിക്കാൻ വേണ്ടി ഓർഡറിടുകയും ചെയ്തുവെന്നും അങ്ങനെ അടിച്ചുവെന്നും ഒക്കെ കഥ പിന്നീട് പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ കഥ ആരാണോ എഴുതി രേഖപ്പെടുത്തി വെച്ചത് അവർ തന്നെയും പിന്നെ കിതാബ് എഴുതിയിട്ടുമുണ്ട്. അഹാദീസുൽ ഇഹ്യാ അല്ലത്തി ലാ അസ്ലഹ, ഇഹ്യാ ഉലൂമുദ്ദീനിൽ വന്ന അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾ എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്ത് ലഭിക്കും. ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് നിരൂപണം നടത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. ഗസാലിയുടെ അഖീദയെ നിരൂപണം നടത്തിക്കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ കിതാബിൽ ചില അബദ്ധങ്ങളോ തെറ്റായ ചില വിശ്വാസങ്ങളോ വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ മുസ്ലിം അല്ല എന്നൊന്നുമല്ല. മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം. ബോധപൂർവം ഇസ്ലാമിനെ തകർക്കാൻ അവരാരും ശ്രമിച്ചവരല്ല. ബോധപൂർവം ഇസ്ലാമിനെ തകർക്കാൻ അവരാരും ശ്രമിച്ചവരല്ല. അവർ ദീന് സേവനം ചെയ്തവർ തന്നെയാണ്. പക്ഷേ അതിൽ ചില അപാകതകൾ, അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചു പോയി എന്ന് മാത്രം. അത് ശേഷക്കാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ചിലരൊക്കെ അത് പിന്നീട് മനസ്സിലാക്കി തൗബ ചെയ്തു മരിക്കുന്നതിന് മുമ്പേ തന്നെ മടങ്ങി. ചിലർക്ക് അതിനവസരം ഉണ്ടായില്ല. അതുകൊണ്ട് അവരെ കാലത്ത് റബ്ബ് എന്ത് തീരുമാനിക്കും നമുക്കറിയില്ല. ഇമാം റാസി അങ്ങനെ തൗബ ചെയ്തവരാണ്. ഇമാം റാസി ഇതേപോലെ ഈ ഫിലോസഫിയുടെ ഫൽസഫയുടെ പിന്നാലെ പോയതാണ്. മരിക്കുന്നതിന് 6 മാസം മുമ്പ് അദ്ദേഹം തൗബ ചെയ്തു. അദ്ദേഹത്തിന്റെ തൗബയിൽ കാണാം അദ്ദേഹം പറഞ്ഞു, റബ്ബേ ഞാൻ അറിവിനോട് അങ്ങേയറ്റം അതിയായ താല്പര്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പരിഗണിക്കാതെ കിട്ടിയതെല്ലാം വാരി വലിച്ച് ഞാൻ എഴുതി കൂട്ടി. എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലായി, നിന്റെ കിതാബും നിന്റെ റസൂലിന്റെ ചര്യയും കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. പക്ഷേ റബ്ബേ, ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരിക്കലും ഹക്കിനെ ബാത്തിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ബാത്തിലിനെ ഹക്കാക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഹക്കാണെന്ന് വിചാരിച്ച പലതും യഥാർത്ഥത്തിൽ ബാത്തിലായിരുന്നു. ഞാൻ ബാത്തിലാണെന്ന് വിചാരിച്ച പലതും യഥാർത്ഥത്തിൽ ഹക്കായിരുന്നു. അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് റബ്ബേ. അതുകൊണ്ട് ആ അബദ്ധം ഈ സാധുവായ മിസ്കീനായ അടിമയുടെ ദൗർബല്യമായി ദുർബലതയായി മനസ്സിലാക്കി നീ എനിക്ക് പുറത്തു തരണം റബ്ബേ. ഇനി അതല്ല, നിന്റെ ദീനിൽ ബോധപൂർവം ഹക്കിനെ ബാത്തിലാക്കാനും ബാത്തിലിനെ ഹക്കാക്കാനും ഞാൻ ശ്രമിച്ചുവെങ്കിൽ നീ നൽകുന്ന ഏത് ശിക്ഷക്കും ഞാൻ അർഹനുമാണ് റബ്ബേ. തൗബ ചെയ്ത് മരിച്ചു പോയാലാണ് റാസി ഇമാം റഹിമഹുല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ ജീവിച്ചു പോയ എല്ലാ പണ്ഡിതന്മാരും അവരൊക്കെ മഅസൂമാണ് എന്നോ ആർക്കും തെറ്റുപറ്റിയിട്ടില്ല എന്നോ തെറ്റുപറ്റുകയില്ല എന്നോ ഒന്നും അഹ്ലുസുന്നക്ക് വാദമില്ല. അബദ്ധങ്ങൾ സംഭവിച്ചവരുണ്ട്, അത് തിരുത്തിയവരുണ്ട്, തൗബ ചെയ്ത് മടങ്ങിയവരുണ്ട്, അതിന് അവസരം കിട്ടാത്തവരുണ്ട്. നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു, അവരെ എല്ലാം ആദരിക്കുന്നു. വല്ല അബദ്ധങ്ങളും വന്നെങ്കിൽ അതല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ അവരാരും മുസ്ലിം അല്ലാന്നോ ഇസ്ലാമിന് പുറത്താണ് എന്നോ ഒന്നും അതിനൊന്നും അർത്ഥമില്ല. അതോടൊപ്പം അവരെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പല കഥകളും യഥാർത്ഥ അടിസ്ഥാനമില്ലാത്തവയും എവിടുന്ന് കിട്ടിയെന്നറിയാത്തവയും ഒക്കെയാണ് എന്നത് നേരത്തെ പറഞ്ഞത്. അതേ കൂട്ടി വായിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
ചില അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അവർ സൂഫികളാണ്, അവരെ നമ്മൾക്ക് അംഗീകരിക്കാം എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട്, ഇന്ത്യയിലെ ഈ ഇസ്ലാം മത പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂഫികൾ നല്ല ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭൗതികമായ തെളിവുകളുണ്ട്. കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പള്ളികൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സലഫികൾ പുരാതനമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയെങ്കിലും ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യത്തിൻ്റെ കൃത്യമായ ഒരു പോയിന്റ്. ആ പോയിന്റിനെ കൃത്യമായി താങ്കൾ ഉത്തരം പറയുക. മാലിക് ദിനാറും സംഘവും വന്ന് 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. കാരണം മാലിക് ദിനാറും സംഘവും വന്ന് പള്ളി ഉണ്ടാക്കിയ കാലത്ത് ആ പള്ളിയിൽ അന്ന് കുതുബിയത്തില്ല, അന്ന് റാത്തീബില്ല, അന്ന് ഹദ്ദാദില്ല, അന്ന് മൗലിദില്ല, അന്ന് മാലയില്ല, അന്ന് നബിദിനാഘോഷമില്ല, അന്ന് ജാറങ്ങളില്ല, ദർഗയില്ല. അതാണ് സലഫി പള്ളി. പിന്നീട് മാലിക് ദിനാറിന്റെ കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുതുബിയത്തുണ്ടായത്. ഇന്ന് ആ പള്ളിയിൽ കുത്തുബിയത്തുണ്ട്. അതിന് പള്ളി ഉത്തരവാദിയല്ലല്ലോ, പള്ളി ഉണ്ടാക്കിയവരും ഉത്തരവാദിയല്ല. മാലിക് ദിനാറും കൂട്ടരും വന്ന് 10 പള്ളി ഉണ്ടാക്കി. അവർ എത്ര ജാറമുണ്ടാക്കി? എത്ര ജാറമുണ്ടാക്കി? ഒന്നുപോലും ഉണ്ടാക്കിയില്ല. മാലിക് ദിനാറും സംഘവും ഒരു ജാറം പോലും ഉണ്ടാക്കിയില്ല. എന്നാൽ 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞതാണ് കാരണം. അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് എന്താ? മാലിക് ദിനാറും സംഘവും പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി എല്ലാ മാസവും 17 ബദർ മൗലിദ് കഴിച്ചു. അതേപോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം കുതുബിയത്ത് നടത്തി. അവിടെ റാത്തീബ് ഉണ്ടായിരുന്നു, അവിടെ എന്നും ഹദ്ദാദ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അപ്പം ഈ ചോദ്യം ന്യായമാണ്. ഇന്നവിടെ ഹദ്ദാദില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? ഇന്ന് മാലിക് ദിനാർ അല്ല അവിടെ ഖതീബായി ഉള്ളത്. മാലിക് ദിനാർ ഖതീബായ കാലത്ത് ആ പള്ളി ഹദ്ദാദില്ല, അവിടെ റാത്തീബില്ല, അവിടെ മൗലിദില്ല, അവിടെ നബിദിനാഘോഷമില്ല, അല്ലാഹുല്ലാത്തവർക്ക് നേർച്ചയില്ല, അടിയന്തരങ്ങളില്ല, ആ വക ഏർപ്പാടും വന്നില്ല. പിന്നീട് കാലക്രമേണ ആ പള്ളി കൈകാര്യം ചെയ്ത ആളുകൾ അവർ വഴിമാറി സഞ്ചരിക്കുകയും കമ്മിറ്റിക്കാരെന്താണ് തീരുമാനിച്ചത് അത് പിന്നെ പള്ളിയിൽ തീരുമാനമായി മാറുകയും ചെയ്തപ്പോഴാ ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് 1000 കൊല്ലം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്ന കുത്തുബിയത്താണല്ലോ ആ പള്ളി പിന്നെ പോയി കയറിയത്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്നായ മുഹീദ്ദീമാല ആ പള്ളിയിൽ ഇന്ന് ചൊല്ലുന്നുണ്ട്. അതേപോലെ 600 കൊല്ലം മുമ്പുണ്ടാക്കിയ ഹദ്ദാദ് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 700 കൊല്ലം മുമ്പുണ്ടായ ബുർദ ബൈത്ത് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 800 കൊല്ലം മുമ്പുണ്ടായ നബിദിനാഘോഷം ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. അതൊക്കെ മാലിക് ദിനാർ ഉണ്ടാക്കിയതാണോ? അല്ല. ഇനി മാലിക് ദിനാർ സംഘവും കൊണ്ടുവന്ന ഒരു മൗലിദ് കിതാബ് ഉണ്ടോ ചോക്കാണ്? ഉസ്താദിനോട് കിട്ടൂലല്ലോ. ഉസ്താദ് അമ്മ ഈ മങ്കൂസും ഷറഫ്നാമൊക്കെ ഒഴിവാക്കുക. മാലിക് ദിനാർ സംഘമല്ലേ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആദ്യം വന്നത്? അവർ കൊണ്ടുവന്ന മൗലിദ് മതി നമുക്ക്, അവർ കൊണ്ടുവന്ന റാത്തീബ് മതി നമുക്ക് എന്ന് ഉസ്താദുമാട് പറഞ്ഞു വെക്കുക. ഉസ്താദ് എടുത്തുണ്ടോ ആ മൗലിദ് കിതാബ്? നമുക്ക് ഒന്നിച്ചു ചെല്ലാം, ഒരു കുഴപ്പമില്ല. മാലിക് ദിനാറും സംഘവും കൊണ്ടുവന്ന് അവർ സ്ഥാപിച്ച പള്ളിയിൽ അവർ ആലപിച്ച മൗലിദ് കിതാബ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മൗലിദ് ഓതാം. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അവരെ പള്ളിയിൽ അവരെ കാലത്ത് നടത്തിയ ഹദ്ദാദ് ഏതാണോ ആ ഹദ്ദാദ് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. ആ ഹദ്ദാദ് പറ്റില്ല ഒരുത്തം പറഞ്ഞാൽ അവനെ പുത്തൻവാദിയാ, അവനെ പേടിക്കാം. അവരന്ന് ചൊല്ലിയ മൗലിദ് ഉണ്ടെങ്കിലും അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പുത്തൻവാദിയാ, നമുക്കത് പറയാം. നേരെ മറിച്ച് അവരെ പേര് പറഞ്ഞിട്ട് പിൽക്കാലത്തോടെ കൂട്ടിച്ചേർക്കുക, ഇതൊക്കെ അവരുടേതാണെന്ന് പറയാ, അത് ന്യായമല്ല, അത് വ്യാജമാണ്. മരിച്ചുപോയ KC അബൂബക്കർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം സാധാരണ പണ്ട് പ്രസംഗത്തിൽ പറയുമായിരുന്ന കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഥവാ ഗൾഫിൽ നിന്നൊരു പേരക്കുട്ടി വന്നപ്പോൾ വല്ലിപ്പാക്ക് ഒരു കൊട കൊണ്ടുവന്ന് കൊടുത്തുന്ന ഒരു ഗൾഫ് കൊട, ഫോറിൻ കൊട. വല്ലിപ്പ കൊടയും പിടിച്ച് അങ്ങാടിയിൽ പോകും, പള്ളിയിൽ പോകും, എല്ലാവരോടും പറയും ഇതെൻ്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ കുടയുടെ ഒരു കമ്പി ഒടിഞ്ഞു. അപ്പോൾ റിപ്പയർ ചെയ്യാൻ കടയിൽ കൊണ്ടായപ്പോൾ അയാൾ പറഞ്ഞു, ഹാജരെ ഈ കമ്പി മാറ്റി വേറെ കമ്പി ഇടുക. ശരി, അത് മാറ്റി വേറെ കമ്പി ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കമ്പി പൊട്ടി, അതും മാറ്റി. പിന്നീട് മൂന്നാമത്തേത് മാറ്റി, നാലാമത്തേത് മാറ്റി, 5ഉം 6ഉം 7ഉം ഒക്കെ മാറ്റി, ഏതാണ്ട് എല്ലാ കമ്പിയും മാറ്റി. അപ്പോഴേക്ക് അതിന് ശീലയൊക്കെ ഓട്ടയായി, വല്ലാണ്ട് ഓട്ടയായപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഇനി നമുക്ക് ആ ശീല മാറ്റി വേറെ ശീല ഇടാം. ശരി, ആ ശീലയും മാറ്റി. പിന്നെ കാലൊടിഞ്ഞു, അപ്പം കാലും മാറ്റി. ഇപ്പോഴും ആ വല്ലിപ്പാൻ അവകാശവാദം എന്താ? ഈ കൊട എൻ്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയിടുക. അയാൾ ചോദിച്ചോക്കെ ഇത് ഏതാ കൊടാന്ന്? അയാൾ പറയും ഇത് പേരക്കുട്ടി ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച കൊട എന്ന് പറയും. പേരക്കുട്ടി കൊടുത്തയച്ചതിൽപ്പെട്ട എന്താ അതിലിപ്പോൾ ബാക്കിയുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല.
എന്ന പോലെയാണ് മാലിക് ദിവാൻ സംഘം വന്ന് പള്ളിയുണ്ടാക്കി 5 വക്ത് നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പഠിപ്പിച്ച് അവർ വഫാത്തായി പോയി. ഒരു മാലയോ മൗലിദോ റാത്തീബോ കുത്തുബിയത്തോ ഹദ്ദാദോ ജാറങ്ങളോ ദർഗകളോ ആ വക ഒന്നും അവരാരും പഠിപ്പിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരുത്തം കൊണ്ടുവന്ന് കയറ്റി മുഹീദ്ദീമാല, മറ്റാളെ വക ഒരു കുത്തുബിയത്ത്, വേറെ ആളെ വക റാത്തീബ്, മറ്റൊരാളെ വക നാരിയാസ്ലാത്ത്, ഇങ്ങനെ ഓരോന്നോരോന്ന് കൂടുമ്പോൾ അറിയില്ല, ഒന്നിച്ച് മാറുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോഴും അവകാശവാദം ഞങ്ങളെ പഴയ ആൾക്കാർ, ഞങ്ങളെ പാരമ്പര്യം, നിങ്ങളൊക്കെ പിന്നെ വന്നതല്ലേ എന്ന്. അതുകൊണ്ട് ലോകത്തെവിടെയും മതം പ്രചരിപ്പിച്ചവർ സലഫികളാണ്. ഇന്നും മതം പ്രചരിപ്പിക്കുന്നവർ സലഫികൾ തന്നെയാണ്. അല്ലാത്തവർക്ക് എവിടെ നിന്ന് ദഅവത്ത്? അല്ലാത്തവർക്കുള്ള ദഅവത്ത് സലഫികളല്ലാത്ത ആരാ ദഅവത്ത് കൊണ്ട് ഇറങ്ങുന്നത്? ഇല്ലല്ലോ. ഒരു ഖുറാഫാത്ത് പ്രചരിപ്പിക്കാന്നല്ലാതെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞ് ഒരു ദഅവ മേഖലയിൽ സലഫികളല്ലാതെ മറ്റാരാളുള്ളത്? ഈ ദഅവത്തിന് വേണ്ടി വീടും നാടും ഒഴിവാക്കി 4 ദിവസം 4 മാസം പോണ മനുഷ്യന്മാരുണ്ട്. അവര് പോലും ദീനുള്ളവനോട് വീണ്ടും പറയാന്നല്ലാതെ, ഒരു അമുസ്ലിമിനെ വീട്ടിൽ കയറുക, സോറിട്ടോ അറിയാതെ കയറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരുക എന്നല്ലാതെ അവർ പോലും പലപ്പോഴും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ആയിക്കോട്ടെ, നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണമെന്നില്ല. യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ 3-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പള്ളികൾ എല്ലാം സലഫി പള്ളിയാണ്. പിന്നെ കമ്മിറ്റിക്കാർ മാറിയപ്പോൾ അവരതിലേക്ക് പലതും കൊണ്ടുവന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പം ഈ സലഫികൾ ഉണ്ടാക്കിയ അടുത്ത കാലത്തുണ്ടാക്കിയ പള്ളി പോലും പിന്നെ കമ്മിറ്റി മാറി, സംഘടന മാറി, ആളുകൾ മാറുമ്പോൾ അവിടെ പിന്നെന്തെല്ലാം കയറി വരുന്നു. അതിപ്പോൾ നമ്മൾ ഉത്തരവാദിയല്ലോ. അത് സ്വാഭാവികം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അള്ളാനെ പേടിക്കാതിരിക്കുമ്പോൾ അവർ പലതും ചെയ്തേക്കാം. അതുകൊണ്ട് ആ ഒരു അവകാശവാദത്തിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.